ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടായിരുന്ന പ്രോബ്ലത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ആ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലെ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡ് മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ്, അതായത് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഓരോ വർഷവും നമ്മൾ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചറിന്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിബഞ്ചറിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ലോസിനെ നമ്മൾ റേറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ റേറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് ഓരോ വർഷവും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കില്ല, ഫ്ലക്ച്വേറ്റ് ചെയ്തില്ല, മാറ്റം ചേഞ്ച് ഉണ്ടായിരിക്കും എമൗണ്ടിന് എന്നർത്ഥം. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചറിന്റെ റേഷ്യോയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ റേറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ഇവിടെ 5 വർഷം കൊണ്ട് 2000 ഡിബഞ്ചറിനെ റിഡീം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ റിഡീം ചെയ്യുന്നത് 400 ഡിബഞ്ചർ വെച്ചായിരിക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ രണ്ട് മെത്തേഡ് ആണെങ്കിലും നമ്മുടെ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒക്കെ ശരി ഒരേപോലെ തന്നെയാണ്. എന്താണ്, സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ ഇതേ ഫോർമാറ്റ്, ഡേറ്റ് കോളം, പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുക. പിന്നെ എന്താണ് ഇതിനകത്ത് പ്രത്യേകം വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻ ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എന്താണ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് എടുക്കുന്ന സമയത്ത് ഈക്വൽ എമൗണ്ട് ആയിരിക്കില്ല റേറ്റ് ഓഫ് ചെയ്ത് കളയുന്നത് എന്ന് മാത്രമാണ് ഇവിടെ മാറ്റം. അപ്പോൾ നമ്മൾ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ഓരോ വർഷവും റേറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അനുസരിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ അക്കൗണ്ട് വരച്ച് വെക്കുക. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 5 വർഷത്തെ എമൗണ്ട് എഴുതാനുള്ള വലിപ്പത്തിൽ അക്കൗണ്ട് വരച്ചാൽ മതി. ഓക്കെ, 5 വർഷം കൊണ്ടാണല്ലോ റേറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം വർക്കിംഗ് നോട്ട് വഴി നമ്മൾ ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ വർക്കിംഗ് നോട്ട് എഴുതുക, വർക്കിംഗ് നോട്ട് ചെയ്യാം. വർക്കിംഗ് നോട്ടിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഓരോ വർഷവും റെഡീം ചെയ്ത് കളയുന്ന എന്താണ്, എത്ര ഡിബഞ്ചർ ആണ് ഓരോ വർഷം റെഡീം ചെയ്യുന്നത്. അപ്പൊ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണല്ലോ റെഡീം ചെയ്യുന്നത് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യണം, മൊത്തം നമ്മുടെ ഡിബഞ്ചർ വാല്യൂ നമുക്കറിയാം. മൊത്തം ഡിബഞ്ചർ വാല്യൂ എത്രയാണ്, ടോട്ടൽ വാല്യൂ ഓഫ് ഡിബഞ്ചർ എത്രയാണ്, ടോട്ടൽ വാല്യൂ ഓഫ് ഡിബഞ്ചർ 2 ലക്ഷമാണ്. ഇങ്ങനെ 2 ലക്ഷമാണ് നമുക്ക് മനസ്സിലായേ. ക്വസ്റ്റ്യനകത്ത് പറയുന്നത് 2000 ഡിബഞ്ചർ അല്ലെ, 2000 എങ്ങനെയാണ് 2 ലക്ഷം കിട്ടി, 2000 ഇൻറ്റു 100 ആണ്. ക്ലിയർ? അപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് 2000 ഡിബഞ്ചർ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ലക്ഷം രൂപയാണ് നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഓരോ വർഷം റിഡീം ചെയ്യുന്നത് എന്താണ്, എമൗണ്ട് അല്ലെ, എമൗണ്ട് റിഡീംഡ് പെർ ഇയർ. ഓരോ വർഷവും നമ്മൾ റിഡീം ചെയ്യുന്ന എത്രയായിരിക്കും, 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പോൾ 2 ലക്ഷം ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്രയാ വരിക, 40,000 രൂപയായിരിക്കും നമ്മൾ ഓരോ വർഷം റിഡീം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അപ്പൊ ഓരോ വർഷം റിഡീം ചെയ്യുന്ന എമൗണ്ട് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, നമ്മൾ ഓരോ വർഷവും എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയി കിടക്കുന്ന ഡിബഞ്ചറിന്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. ക്ലിയർ? ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഓരോ വർഷവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയി കിടക്കുന്ന ഡിബഞ്ചർ എത്രയായിരിക്കും. അപ്പൊ ആദ്യത്തെ വർഷം, അതായത് ആദ്യത്തെ വർഷം ത്തിന്റെ ബിഗിനിങ്ങിൽ നമ്മുടെ കയ്യിലുള്ള ഡിബഞ്ചർ എത്രയാണ്, ഫസ്റ്റ് ഇയറിൽ നമ്മുടെ കയ്യിൽ ഡിബഞ്ചർ എത്ര ഉണ്ടായിരിക്കും, ഫസ്റ്റ് ഇയറിൽ നമ്മുടെ കയ്യിൽ ഡിബഞ്ചർ 2 ലക്ഷം ഉണ്ടായിരിക്കും അല്ലെ. ഫസ്റ്റ് ഇയറിന്റെ ബിഗിനിങ്ങിൽ നമ്മുടെ കയ്യിലുള്ള ഡിബഞ്ചറിന്റെ വാല്യൂ, ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചർ എത്രയാണ്, 2 ലാക്ക് ആണ്. സെക്കൻഡ് ഇയറിലോ, സെക്കൻഡ് ഇയറിൽ അത് എത്രയായിരിക്കും, സെക്കൻഡ് ഇയറിൽ അത് അതായത് ഫസ്റ്റ് ഇയറിൽ 2 ലക്ഷം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ വർഷം ആവുന്ന സമയത്ത് ഒരു 40,000 കുറയും അല്ലെ. അപ്പൊ എത്രയായിരിക്കും, 1,60,000 ആയിരിക്കും. ദെൻ തേർഡ് ഇയർ ആവുന്ന സമയത്തോ, തേർഡ് ആവുന്ന സമയത്ത് എന്താണ്, വീണ്ടും 40,000 കുറയും. 1,60,000 നിന്നും വീണ്ടും 40,000 കുറയും. അപ്പൊ എത്രയാവുക, 1,20,20,000 ആയിരിക്കും. ക്ലിയർ? ദെൻ
ഫോർത്ത് ഇയർ ആവുന്ന സമയത്തോ ഡിബഞ്ചറിന്റെ വാല്യൂ വീണ്ടും കുറയും. കാരണം എന്താണ്, വീണ്ടും ഒരു 40,000 രൂപ നമ്മൾ റെഡീം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എത്രയായിരിക്കും? 80,000 രൂപയായിരിക്കും. ക്ലിയർ? ദെൻ ഫിഫ്ത്ത് ഇയർ ആവുന്ന സമയത്തോ, ഫിഫ്ത്ത് ഇയറിന്റെ ഓപ്പണിംഗിൽ ഫിഫ്ത്ത് ഇയർ ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 40,000 ആയിരിക്കും. അതായത് 80,000 നിന്ന് വീണ്ടും ഒരു 40,000 ആവും. ഫിഫ്ത്ത് ഇയറിന്റെ അവസാനം അതും കൊടുത്തു തീർക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിബഞ്ചറിന്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഓരോ ഇയറിലും ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലെ. ഫസ്റ്റ് ഇയറിൽ 2 ലക്ഷം, സെക്കൻഡ് ഇയറിന്റെ ബിഗിനിങ്ങിൽ എത്രയായിരിക്കും? അത് 1,60,000 ആയിരിക്കും. തേർഡ് ഇയറിന്റെ ബിഗിനിങ്ങിൽ എത്രയായിരിക്കും? 1,20,000 ആയിരിക്കും. ഫോർത്ത് ഇയറിന്റെ ബിഗിനിങ്ങിൽ എത്രയായിരിക്കും? 80,000 ആയിരിക്കും. ഫിഫ്ത്ത് ഇയറിന്റെ ബിഗിനിങ്ങിൽ എത്രയായിരിക്കും? ഇത് 40,000 ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു റേഷ്യോ കണ്ടെത്താം. റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒരു 3 പൂജ്യം, ഒരു 4 പൂജ്യം കളയാം. എല്ലാ നിന്നും ഒരു 4 പൂജ്യം നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് റേഷ്യോ വരുന്നത് 20 ഈസ്റ്റു പിന്നെ എത്രയാണ്? 4 പൂജ്യം കളയാണ് കേട്ടോ. 16 ഈസ്റ്റു 12 ഈസ്റ്റു 4 പൂജ്യം കളയുമ്പോൾ 8 ഈസ്റ്റു എത്രയാ? 4. ഇതാണ് നമ്മുടെ റേഷ്യോ ആയിട്ട് വരുന്നത്. ഓക്കെ, 20 ഈസ്റ്റു നമ്മൾ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത് നിങ്ങൾക്ക് ഇതിനെ ഇനി ചെറുതാക്കി കൺഫ്യൂഷനിലേക്ക് ഒന്നും പോകണം. ഇതിനെ ഇനിയും ചെറുതാക്കാം. ഇതിനെ ചെറുതാക്കി കൊണ്ടുവന്ന് നമുക്ക് 5:4:3:1:1 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ അതിനൊന്നും മെനക്കെടണ്ട. നമ്മൾ ഇത്ര കാരണം അതിനൊക്കെ മെനക്കെട്ട് ചില കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് പറയാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെല്ലാത്തിൽ നിന്നും നമ്മൾ ഒരു കോമൺ ആയിട്ട്, കാരണം എല്ലാറ്റിലും കോമൺ ആയിട്ട് 4 പൂജ്യം ഉണ്ട്. അപ്പൊ ആ 4 പൂജ്യത്തിന് നമുക്കാണ് ഒഴിവാക്കാം. 4 പൂജ്യം ഒഴിവാക്കുമ്പോൾ 20, 16, 12, 8, 4 എന്നുള്ള രീതിയിൽ നമുക്ക് റേഷ്യോ കിട്ടും. ഓക്കെ, ഫസ്റ്റ് റേഷ്യോ കിട്ടും. ഈ റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലോസിനെ നമ്മൾ ഓരോ വർഷത്തെയും റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അതുകൊണ്ട് തന്നെ ഇപ്പൊ റേഷ്യോ കിട്ടിയല്ലോ. ഇനി നമ്മൾ നമ്മുടെ ടോട്ടൽ ലോസ് നമുക്കറിയാം. ടോട്ടൽ ലോസ് എത്രയാണ്? നമ്മൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ടോട്ടൽ ലോസ് എത്രയാണ്? ടോട്ടൽ ലോസ് ടോട്ടൽ ഡിസ്കൗണ്ട് 20,000 ആണ്. 20,000 രൂപയാണ് നമ്മുടെ ടോട്ടൽ ലോസ്. ഈ ടോട്ടൽ ലോസ് 20,000. അതുകൊണ്ട് ഇനി ഫസ്റ്റ് ഇയറിൽ എത്രയാ റേറ്റ് ഓഫ് ചെയ്ത് കളയാ? അതുകൊണ്ട് എത്ര റേറ്റ് ഓഫ് ചെയ്ത് കളയാ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ റേറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് അതുകൊണ്ട് എത്രയായിരിക്കും? ഫസ്റ്റ് ഇയറിലെ റേഷ്യോ എത്രയാണ് നമുക്കറിയാം. ഫസ്റ്റ് ഇയറിലെ റേഷ്യോ എത്രയാണ്? 20 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 20,000 അത് ഈ റേഷ്യോയിൽ നിന്ന് ഉണ്ടാക്കുക. 20,000 ഇൻറ്റു ഇനി ഇത് ഈ റേഷ്യോകളെല്ലാം കൂട്ടി നോക്കുക. 20 + 16 36, 36 + 12 എത്രയാ? 48, 48 + 8 56 + 4 60 അല്ലെ. മൊത്തം വരുന്നത് 60 ആണ്. ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? അത് 60ൽ 20 ഭാഗം ഫസ്റ്റ് ഇയറിൽ എന്നതിന്റെ അർത്ഥം അല്ലെ. മൊത്തം വരുന്ന 60 അല്ലേ. 60ൽ 20 ഭാഗം ഫസ്റ്റ് ഇയറിൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? 20 ഡിവൈഡ് ബൈ 60. അപ്പൊ 60 എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. 60 എങ്ങനെ വന്നു? 20 + 16 36, 36 + 12 48, 48 + 8 56, 56 + 4 60. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ 60 എടുത്തു, ഇവിടെ 20 എടുത്തു. അപ്പൊ 60ൽ 20 ഭാഗം ഫസ്റ്റ് ഇയറിൽ നമ്മൾ റേറ്റ് ഓഫ് ചെയ്ത് കളയും. ഓക്കെ, ഇനി അപ്പൊ അതിന് വരുന്ന എമൗണ്ട് എത്രയാണ്? ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. 20,000 ചെയ്ത് നോക്കുക. 20,000 ഇൻറ്റു 20/60. അപ്പൊ വരുന്നത് 6,666.66 ആണ്. നമുക്ക് ഇതിന് റൗണ്ട് ചെയ്തിട്ട് എത്ര എഴുതാം? 6,667 എന്ന് എഴുതാം. ഓക്കെ, ഇനി സെക്കൻഡ് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് എത്രയായിരിക്കും? സെക്കൻഡ് ഇയർ സെയിം രീതിയിൽ കാണാം. സെക്കൻഡ് ഇയറിന്റെ റേഷ്യോ എന്ന് പറഞ്ഞ എത്രയാണ്? 16 ആണ്. അപ്പം 20,000 ഇൻറ്റു 16 ഡിവൈഡ് ബൈ 60 ചെയ്ത് നോക്കിയേ. അപ്പൊ എത്ര വരും? അത് വരുന്നത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 5,533 ആണ്. ഓക്കെ, പോയിന്റ് വരുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? അതിനെ റൗണ്ട് ചെയ്തെടുക്കുക. 5,333 കേട്ടോ. 5,333 ആണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഇയറിൽ. ക്ലിയർ? ഇനി തേർഡ് ഇയറിൽ എടുക്കുക. നമുക്ക് തേർഡ് ഇയർ ഇതേപോലെ തേർഡ് ഇയറിൽ റേറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് എത്രയാണ്? തേർഡ് ഇയറിൽ റേറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട്
സെയിം 20,000 ആണ് നമ്മുടെ ടോട്ടൽ ലോസ്. അത് ഇൻറ്റു തേർഡ് ഇയറിന്റെ റേഷ്യോ എത്രയാണ്? 12ആണ്. ടോട്ടൽ എത്രയാണ്? 60ആണ്. അപ്പൊ 60ൽ 12ആണ് തേർഡ് ഇയറിൽ അല്ലെ. അപ്പൊ വരുന്നത് എത്രയാ? ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് തേർഡ് ഇയറിൽ 4000 ആണ് ആൻസർ വരുന്നത്. ഓക്കെ. ഇനി ഫോർത്ത് ഇയറിലോ? ഫോർത്ത് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സെയിം 20,000 ഇൻറ്റു ഫോർത്ത് ഇയറിന്റെ റേഷ്യോ എത്രയാണ്? 8 ആണ്. 8 ഡിവൈഡ് ബൈ ടോട്ടൽ 60 അല്ലെ. അപ്പൊ എത്ര വരും? ഫോർത്ത് ഇയറിൽ വരുന്നത് എത്രയാണ്? ഫോർത്ത് ഇയറിൽ വരുന്നത് 2666, അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് 2667 വരും. ഓക്കെ. ദെൻ ഇനി ഫിഫ്ത്ത് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത് എത്രയാണ്? ഫിഫ്ത്ത് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത് അഞ്ചാമത്തെ വർഷം. അതിന്റെ റേഷ്യോ എത്രയാണ്? 4 ആണ് അല്ലെ. ഫിഫ്ത്ത് ഇയർ അഞ്ചാമത്തെ വർഷം ആവുന്ന സമയത്ത് നമ്മുടെ റേഷ്യോ വരുന്നത് 4 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 20,000 ഇൻറ്റു 4/60 ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 1333. യെസ്, ഇങ്ങനെയാണ് ആൻസർ. ഓരോ വർഷം നമ്മൾ റെഡീം എന്താണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തത് എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അനുസരിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓരോ വർഷത്തെയും ബിഗിനിങ്ങിൽ ഉണ്ടാകുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചറിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കും? ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചറിനെ റെഡീം ചെയ്യുന്നത് എന്താണ്? ഒരു ലംസം ആയിട്ടായിരിക്കില്ല. എന്താണ്? ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആനുവലി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ റെഡീം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ബിഗിനിങ്ങിൽ നമ്മുടെ കയ്യിലുള്ള ഡിബഞ്ചറിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ഇവിടെ ചെയ്തത് എന്താണ്? നമ്മുടെ ടോട്ടൽ ഡിബഞ്ചറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? അതിന് നമ്പർ ഓഫ് ലൈഫ് പീരീഡ് അല്ലെ, നമ്പർ ഓഫ് ഇയർ, അതിന്റെ ലൈഫ് പീരീഡ് ടോട്ടൽ റെഡീം ചെയ്യാൻ എടുക്കുന്ന വർഷം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ടോട്ടൽ റെഡീം ചെയ്യാൻ എടുക്കുന്ന വർഷം എത്രയാണ്? 5 വർഷമാണ്. ടോട്ടൽ ഈ 2 ലക്ഷം രൂപ റെഡീം ചെയ്യാൻ എടുക്കുന്നത് 5 വർഷം കൊണ്ടാണ്. അപ്പോൾ ഓരോ വർഷം റെഡീം ചെയ്യുന്നത് 40,000 രൂപയാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ആകുമ്പോൾ ഇനി ഫസ്റ്റ് അങ്ങനെ അത് നമുക്ക് മനസ്സിലായി. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഫസ്റ്റ് ഇയറിൽ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഡിബഞ്ചർ, ഫസ്റ്റ് ഇയറിന്റെ ബിഗിനിങ്ങിൽ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഡിബഞ്ചർ എന്ന് പറഞ്ഞത് എത്രയാണ്? 2 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ആയിരിക്കും. സെക്കൻഡ് ഇയറിന്റെ ബിഗിനിങ്ങിൽ അത് എത്രയായിട്ട് മാറും? 1,60,000 ആയിട്ട് മാറും. കാരണം എന്താണ്? ഫസ്റ്റ് ഇയറിൽ ഒരു 40,000 രൂപ ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ റീപേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവും. ഓക്കെ. തേർഡ് ഇയർ ആകുമ്പോൾ അത് എത്രയായിട്ടുണ്ടാവും? 1,20,000 ആയിട്ട് മാറിയിട്ടുണ്ടാവും. എന്താണ്? സെക്കൻഡ് ഇയറിൽ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന 1,60,000-ൽ ഒരു 40,000 വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? റീപേയ്മെന്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഓരോ വർഷവും 40,000 വെച്ച് റീപേയ്മെന്റ് നടത്തി ലാസ്റ്റ് വർഷം 5ാമത്തെ വർഷത്തിന്റെ ബിഗിനിങ്ങിൽ എത്തുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ കയ്യിൽ 40,000 രൂപ ആയിരിക്കും, 40,000 രൂപയുടെ ഡിബഞ്ചർ ആയിരിക്കും ഉണ്ടാവുക. 5ാമത്തെ വർഷത്തെ എൻഡിൽ എന്ത് ചെയ്യും? ആ 40,000 കൊടുത്ത് ആ ഡിബഞ്ചർ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെഡീം ചെയ്ത് തീർക്കും. ഓക്കെ. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചറിന്റെ ഒരു ബാലൻസ് റേഷ്യോസ് നമ്മൾ ഇങ്ങനെ കണ്ടെത്തിയതിനു ശേഷം അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റേഷ്യോ ഉണ്ടാക്കുക. ഓക്കെ. റേഷ്യോ ഉണ്ടാക്കാൻ നമുക്ക് ഇതിനെ മാക്സിമം ചെറുതായി കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമുക്ക് താഴെ ലെവലിലേക്ക് കൊണ്ടുവരാം. അപ്പൊ മാക്സിമം കൺസോളിഡേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. എന്താണ് ഞാൻ ചെയ്തത്? ഇതിൽ നിന്നും കോമൺ ആയിട്ട് എല്ലാത്തിലും 4 പൂജ്യമാണുള്ളത്. അപ്പൊ 4 പൂജ്യത്തിന് ഞങ്ങൾ കട്ട് ചെയ്തു, ബാക്കിയുള്ളതിന് എടുത്തു. അപ്പൊ 20, 16, 12, 8, 4. അപ്പൊ അത് റേഷ്യോ ആക്കി 20:16:12:8:4 എന്ന് റേഷ്യോ ആക്കി. ആ റേഷ്യോയുടെ ടോട്ടൽ ആണ് 60. അപ്പൊ അല്ലെ, ആ റേഷ്യോയുടെ മൊത്തം എമൗണ്ടിന്റെ ടോട്ടൽ 60. അപ്പൊ 60ൽ 20, 60ൽ 16, 60ൽ 12, 60ൽ 8, 60ൽ 4 എന്നാണ് അതിനർത്ഥം. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു? നമ്മുടെ ടോട്ടൽ ലോസ് എത്രയാണ്? 20,000 രൂപയാണ് നമ്മുടെ ടോട്ടൽ ലോസ് എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് സെഷൻ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടോട്ടൽ ലോസിനെ നമ്മൾ ഈ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. അപ്പോൾ ഓരോ വർഷം റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 20,000 ഇൻറ്റു ആദ്യത്തെ വർഷത്തെ റേഷ്യോ 20 ആണ്, 20 ഡിവൈഡ് ബൈ 60. രണ്ടാമത്തെ വർഷത്തെ റേഷ്യോ 16 ആണ്, അപ്പോൾ 16 ഡിവൈഡ് ബൈ 60. അങ്ങനെ ആ ടോട്ടൽ ലോസിനെ റേഷ്യോ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷം റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഈ എമൗണ്ടുകളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒന്ന് ഞാൻ ഈ ആൻസർ ചെയ്യുന്ന രീതി പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച്
കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് റീറൈറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് പോസ്റ്റ് ചെയ്യുന്ന രീതി വളരെ ഈസിയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ തന്നെയാണ്, ഡേറ്റിനൊന്നും വ്യത്യാസമില്ല. എന്താ മാറ്റമുള്ളത്? എമൗണ്ടിലാണ് മാറ്റമുള്ളത്. അപ്പം നമുക്ക് അതേപോലെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യാം. എമൗണ്ടിൽ മാറ്റമുണ്ട്. അപ്പോൾ എമൗണ്ടിന്റെ മാറ്റങ്ങൾ നമുക്കിവിടെ വരുത്താം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ ഏതാണ്? 1/4/2015 നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/4/2015 9% ഡിബഞ്ചറിന്റെ പേരിൽ നമുക്ക് ഒരു ലോസ് ഉണ്ടാകുന്നുണ്ട്. ആ ലോസ് എത്രയാണ്? 20,000 രൂപയാണ്. അപ്പോൾ 1/4/2015 20,000 രൂപ ലോസ് നമുക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മൾ എന്താണ് ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ 1/4/2015 ലോസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. 9% ഡിബഞ്ചർ 20,000 എന്ന് എഴുതുന്നു. ഓക്കെ, ദെൻ അതേ വർഷം ആ അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലോസിൽ ഒരു ഭാഗം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. എത്രയാണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട്? നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 6,667 രൂപയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതുന്നു. 6,667 രൂപ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ ബാലൻസ് ഇങ്ങോട്ട് എടുക്കുക. ബാലൻസ് അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ എത്രയാണ്? 20,000 ആണ്. അപ്പോൾ ബാലൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ രണ്ട് വശത്തും 20,000. ഓക്കെ, ബാലൻസ് എത്രയാണ്? 20,000 നിന്നും എന്ത് ചെയ്യുക? 20,000 മൈനസ് 6,667. അപ്പോൾ 13,333 വരും. ക്ലിയർ? അടുത്ത വർഷം വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഏതാ വർഷം? 1/4/2016. 1/4/2016 നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണ്? 13,333. ഓക്കെ, ദെൻ ആ വർഷത്തിന്റെ എൻഡിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ വർഷത്തിന്റെ എൻഡ്, അതായത് 31/3/2017 വർഷം വീണ്ടും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. അവിടെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത് എത്രയാണ്? അവിടെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത് എമൗണ്ട്, രണ്ടാമത്തെ വർഷം റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 5,333. അതിനെ നമ്മളവിടെ എഴുതുക. 5,333 ആണ്. 5,333. ഓക്കെ, വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എത്രയാ? 13,333 അല്ലേ? 13,333. ക്ലിയർ? നമ്മൾ ഇതിനെ വീണ്ടും ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്ന സമയത്ത് എത്ര വരുന്നത്? ആ വർഷത്തെ ബാലൻസ് ലോസ് വരുന്നത് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാലൻസ് ചെയ്ത് 13,333 നിന്നും എന്ത് ചെയ്യുക? 5,333 മൈനസ് ചെയ്യുക. അപ്പോൾ 8,000 വരും ബാലൻസ്. വീണ്ടും അടുത്ത വർഷത്തേക്ക് അതിനെ എന്ത് ചെയ്യുന്നു? ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. 1/4/2017 അല്ലേ? ആ വർഷം അതിനെ ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. അവിടെ ബാലൻസ് ബ്രോഡ് ഓൺ അല്ലേ? എത്രയാണ് ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്യുന്നത്? സെയിം 8,000 അല്ലേ? ദെൻ വീണ്ടും 31/3/2018 നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വീണ്ടും റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് എത്രയാണ്? മൂന്നാമത്തെ വർഷം റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് എത്രയാണ്? നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 4,000 ആണ്. 4,000. ആ എമൗണ്ട് കണ്ടെത്തിയ രീതിയൊക്കെ പഠിക്കണം കേട്ടോ. 4,000. ദെൻ വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് എത്ര വരും? ബാലൻസ് 4,000 വരും അല്ലേ? ബാലൻസ് വരുന്നത് 4,000 അല്ലേ? 4,000. യെസ്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത വർഷത്തേക്ക് ഇറക്കി എഴുതുന്നു. ഏതാ വർഷം? 1/4/2018. 1/4/2018 അല്ലേ? 1/4/2018 വീണ്ടും ബാലൻസ് ബ്രോഡ് ഓൺ എത്രയാണ്? 4,000. ബാലൻസ് ബ്രോഡ് ഓൺ 4,000 അല്ലേ? ദെൻ 31 ആ 4,000 നിന്നും വീണ്ടും റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് എത്രയാണ്? 31/3/2019 അത് എത്രയാണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്? ആ വർഷം റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഏതാ വർഷം? 4ാമത്തെ വർഷമാണ് അല്ലേ?
നാലാമത്തെ വർഷം റേറ്റ് ഓഫ് ചെയ്യുന്നത് 2667 ആണ്. അവിടെ എഴുതുക 2667. ദെൻ ബാലൻസ് ചെയ്യുക. 4000 നിന്ന് 2667 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ് വരിക? 4000 മൈനസ് 2667, 1333 വരും അല്ലേ? ഈ 1333 നമ്മുടെ ലാസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്ത് കളയും അല്ലേ? അത് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഈ അങ്ങനെ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് അറിയാം അത് തന്നെയാണ് എമൗണ്ട്, ലാസ്റ്റ് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ട എമൗണ്ട്. കാരണം 5-ാമത്തെ വർഷത്തോടു കൂടി തീരണമല്ലോ. ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഏതാ വർഷം? 1/4/2019 അല്ലേ? 2019-2020 ആണ് വർഷം. ബാലൻസ് ബ്രോ ഡൗൺ 1333. ദെൻ 31/3/2020 ഇത്ര തന്നെ വരുന്നത് അല്ലേ? സെയിം എമൗണ്ട് ആയിരിക്കും, കാരണം അതോടുകൂടി തീരുകയാണ്. 1333. യെസ്. അപ്പോൾ ബാലൻസ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക, ടോട്ടൽ രണ്ടും ഈക്വൽ ആയി. സോ അവിടെ തീർന്നു അല്ലേ? ഇവിടെ നമ്മുടെ പ്രോബ്ലം ഇവിടെ തീരുകയാണ്. ഇപ്പൊ വളരെ ഈസിയാണ്. രണ്ട് മെത്തേഡ് ആയാലും എന്താണ്, ലെഡ്ജറിനകത്ത് വരുന്ന എൻട്രി ഒക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത്. എമൗണ്ട് എടുക്കുന്നിടത്താണ് മാറ്റം സംഭവിക്കുന്നത്. അത് ആ മാറ്റം അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. പക്ഷേ എന്താണ്, കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പം ഏറ്റവും ആദ്യം നിങ്ങൾ ഒന്നാമത്തെ വീഡിയോയിൽ പറയുന്ന ഇതിന്റെ കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുക. ഇതിന് ശേഷം നമ്മൾ എന്താണ് ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെഷൻ, അതായത് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്തത് എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കുക. ഇതൻ ഈ വീഡിയോ അതിനുശേഷം കണ്ട് മനസ്സിലാക്കുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പിലോ ഒക്കെ ചോദിച്ചാൽ മതി. ഡൗട്ടുകൾ നമുക്ക് അങ്ങനെ ക്ലാരിഫൈ ചെയ്യാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കേണ്ട മെത്തേഡ് ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ രീതിയിൽ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നോടൊപ്പം വർക്കൗട്ട് ചെയ്യുകയും പിന്നീട് നിങ്ങൾ ഇതേ പ്രോബ്ലം നിങ്ങൾ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുകയും ആണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയം വരുമ്പോൾ വീണ്ടും വീഡിയോ എടുത്ത് നോക്കുക. അപ്പോൾ ആ സംശയം അങ്ങനെ തീർത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി പ്രോബ്ലംസ് വളരെ ഈസിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ശരി, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.